ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ലാസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ Q&A ആണ്. അപ്പോൾ ഇതൊരു 2 പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒറ്റ പാർട്ടിലാവുമ്പോൾ ഒരു വലിയ ലെങ്തി വീഡിയോ ആവും. ഓൾറെഡി നമ്മുടെ വീഡിയോസൊക്കെ നല്ല ലെങ്തി ആണ് എന്നുള്ളൊരു പരാതി വരുന്നുണ്ട്. മറ്റൊന്നും കണ്ടല്ല, വീഡിയോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഒറ്റ അടിക്ക് എടുത്ത് തീർത്ത ആ ഒരു പരിപാടി തീർക്കാമെന്ന് വിചാരിക്കണം. എനിവേ ഈ വീഡിയോ ഞാൻ നോക്കട്ടെ 2 പാർട്ടായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നോക്കാം. ഓൾറെഡി ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രീരാജ് എന്ന് പറയുന്ന ആളാണ് എഴുതിയേക്കുന്നത്. ഹോസ്പിറ്റലിൽ കമ്മ്യൂണിക്കേഷൻ ജർമ്മൻ ലാംഗ്വേജിലാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ കമ്മ്യൂണിക്കേഷൻ ജർമ്മൻ ലാംഗ്വേജിൽ തന്നെയാണ്. ഇംഗ്ലീഷിന് അവിടെ യാതൊരു പ്രാധാന്യവും ഇല്ല. നമ്മുടെ കൊളീഗ്സ് തമ്മിലായാലും അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുക്കലായാലും ഡോക്ടേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും. അതുപോലെ തന്നെ സിസ്റ്റം ഉണ്ട് അവിടെ. സിസ്റ്റത്തിൽ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത് എല്ലാം ജർമ്മൻ ലാംഗ്വേജിലാണ്. സിസ്റ്റം ഫുള്ള് ജർമ്മൻ ലാംഗ്വേജിലാണ്. നമുക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുകയാണ് പതിവ്, അല്ലെങ്കിൽ സ്റ്റാഫിനോട് ചോദിക്കും, അങ്ങനെയാണ് ചെയ്യാറ്. അതുപോലെ പേഷ്യൻറ്റിനെ കുറിച്ച് നമ്മുടെ ഡ്യൂട്ടി ടൈമിൽ പേഷ്യൻറ്റിന് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. അതിനിവിടെ ഫെൽ ഓഫ് ഡോക്യുമെൻ്റ് ആക്സിയോൺ എന്ന് പറയും. അതെല്ലാം നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ തന്നെയാണ് എഴുതുന്നത്. ഞാൻ സാധാരണ ചെയ്യാറ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ജർമ്മനിലേക്ക് ടൈപ്പ് ചെയ്ത് എഴുതുകയാണ് ചെയ്യാറ്. അങ്ങനെ പിന്നെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചി ക്യാൻ യു ടെൽ മീ അബൌട്ട് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഡ്യൂട്ടിയൊക്കെ എല്ലാ വാർഡിലും നമ്മൾ പേഷ്യൻറ്റിനെ ബാത്ത് ചെയ്യിപ്പിക്കണോ എന്നുകൂടിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടേതാണെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് ന്യൂറോളജിയിലാണ്. കാർഡിയോളജി ഉണ്ട്, ഗൈനക് ഉണ്ട്, ഗ്യാസ്ട്രോളജി ഉണ്ട്, അതുപോലെ ഡയാലിസിസിൻ്റെ ഉണ്ട്. എല്ലാ വാർഡും ഉണ്ട്. അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉള്ള ഹോസ്പിറ്റലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടിയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചതെങ്കിൽ എനിക്ക് എല്ലായിടത്തും ഒന്നും അറിയില്ല. ഞാൻ ആകെ ന്യൂറോളജിയിലും അതുപോലെ ഗ്യാസ്ട്രോ, അതുപോലെ ഷ്മേഴ്സൺ പെയിൻ്റെ വാർഡിൽ നിന്നിട്ടുണ്ട്. പിന്നെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഞാൻ നിന്നിട്ടുള്ളൂ. ഇതെല്ലാം നോർമൽ വാർഡുകളാണ്. അപ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടി എങ്ങനെയാണ്, അതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സെയിം വാർഡുകളിലൊക്കെ ഏകദേശം ഡ്യൂട്ടി വരുന്നത്. പിന്നെ വാർഡിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ന്യൂറോളജിയിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വൂണ്ട് മാനേജ്മെൻ്റ് ഒക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഓർത്തോയിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അങ്ങനെ വാർഡിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിന് ICUവിനെ കുറിച്ചോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോ എനിക്കറിയില്ല. കാരണം നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പിന്നെ ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ബാത്ത് കൊടുക്കുന്ന കാര്യം ചോദിച്ചു. അതിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും, ഈവൻ നമ്മൾ ICUവിലായാലും അല്ലെങ്കിൽ എവിടെ ആയിരുന്നാലും പേഷ്യൻറ്റ് ബെഡ് റിഡൻ ആണെന്നുണ്ടെങ്കിൽ, പേഷ്യൻറ്റ് തന്നെ ബാത്ത് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവർക്ക് ബെഡ് ബാത്ത് കൊടുത്തേ പറ്റുള്ളൂ. ബെഡ് ബാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അവർ ടോയ്ലറ്റിൽ പോയി അവർക്ക് കുളിക്കാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. പേഷ്യൻറ്റിന് തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, തന്നെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവർ തന്നെ ചെയ്തോളും കേട്ടോ. തീരെ വയ്യാതെ കിടപ്പിലായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും നമ്മൾ ചെയ്യണം. അത് നാട്ടിലായാലും നമ്മൾ ചെയ്യണമല്ലോ. പക്ഷേ നാട്ടിൽ ഞാൻ പഠിച്ചത് ആന്ധ്രയിലായിരുന്നു കേട്ടോ. ഞാൻ പഠിച്ചത് കാമിനാനി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അന്ന് ഞങ്ങളുടെ സ്കൂൾ ടൈമിൽ അല്ല കോളേജിൽ പഠിക്കുന്ന ടൈമിലൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ബെഡ് ബാത്ത് കൊടുത്തിട്ടുണ്ട്. അത് എക്സാമിൻ്റെ പർപ്പസിന് വേണ്ടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ കൊടുത്തിട്ടില്ല. കാരണം കൂടുതലും പേഷ്യൻറ്റിൻ്റെ അറ്റൻഡേഴ്സ് പേഷ്യൻ്റെ കൂടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യം വന്നിട്ടില്ല. പിന്നെ ICUവിലൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റാഫ്. പക്ഷേ നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ICUവിലൊന്നും ബെഡ് ബാത്ത് കൊടുക്കാനുള്ള പെർമിഷൻ അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ബെഡ് ബാത്ത് കൊടുക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നും സ്കൂൾ ടൈമിൽ അധികം ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നാട്ടിലൊക്കെ പഠിച്ചിട്ട് വന്ന പിള്ളേർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കിനും എല്ലാം തന്നെ നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പുതുമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നാട്ടിൽ ചെയ്യണ പോലെ തന്നെ ഇവിടെയും ചെയ്യേണ്ടി വരും. അങ്ങനെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് RM ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നാണ്. കുഡ് യു പ്ലീസ് ടെൽ മീ വെദർ വി ക്യാൻ ടേക്ക് ഫാമിലി ബിഫോർ അവർ അനിയർക്കനും. ഐ ആം ഫ്രം ജർമ്മനി. ഓക്കെ, ജർമ്മനിയിൽ നിന്ന് തന്നെയാണ് ആൾ മെസ്സേജ് അയച്ചേക്കുന്നത്. അനിയർക്കനുങ്ങിന് മുന്നായിട്ട് ഫാമിലീനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്.
അപ്പോൾ അനേർക്കനിങ്ങിന് മുന്നായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാനും അതിനുവേണ്ടി ട്രൈ ചെയ്ത ഒരാളാണ് കൊണ്ടുവരാനായിട്ട് മാക്സിമം. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, അവർ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് എനിക്ക് അവരുടെ എക്സ്പെൻസും കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും കൊണ്ടാണ് ഞാനത് അനേർക്കനിങ് ടൈമിൽ വേണ്ടാന്ന് വെച്ചത്. പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് അടുപ്പിക്കാനുണ്ടായിരുന്നു. ഇപ്പം വീട്ടിലേക്കായാലും നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടി എന്നല്ലാതെ നമുക്ക് അപ്പാർട്ട്മെൻറ്റിൽ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അടുപ്പിക്കാൻ എനിക്കൊരു സാവകാശം വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ തള്ളി വെച്ചതാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്തതാണ്. പക്ഷേ അനേർക്കനിങ് ടൈമിൽ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടത് ഹസ്ബൻഡിന് A1 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മക്കളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീടൊക്കെ എടുക്കുന്ന സമയത്ത് അവർ നോക്കും നമുക്ക് എത്ര രൂപ നമ്മുടെ സാലറി ഉണ്ട്, അതിൽ നിന്ന് എത്ര രൂപ നമുക്ക് റെൻറ്റും കാര്യങ്ങളും നമ്മുടെ എക്സ്പെൻസും പോകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എത്ര രൂപ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്, ഈ വരുന്ന ആൾക്കാരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, അവരുടെ എന്താ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ ഹൗസ് ആൻഡ് ബിഹോയുടെ ഈ ഒരു എന്താ പറയുന്ന വിസ ഇഷ്യൂ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഫിക്സിയോൺ ബെഷനിക്കും വെച്ചിട്ട് ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഔഫൻഡാൽ സെറ്റിൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഫിക്സിയോൺ വെച്ച് അവർ തരുമെന്ന് തോന്നുന്നില്ല. ഔഫൻഡാൽ സെറ്റിൽ അനേർക്കനിങ് ടൈമിൽ തന്നെ ചിലർക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അനേർക്കനിങ് ടൈമിൽ തന്നെ. അത് 16A അങ്ങനെ ഏതാണ്ട് വെച്ചിട്ടുള്ള ആ ഒരു കാറ്റഗറി പെടുന്ന ഔഫൻഡാൽ സെറ്റിലും കണ്ടാൽ കിട്ടുന്ന അനേർക്കനിങ് ടൈമിൽ. ഔഫൻഡാൽ സെറ്റിലുണ്ട്, ഹസ്ബൻഡിന് A1 ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എടുത്തേക്കുന്ന വീടും കാര്യങ്ങളും ഒക്കെ ഒരുപാട് റെൻറ്റ് കൂടിയ വീടുകളും കാര്യങ്ങളും എടുത്തു കഴിയുമ്പോൾ ഇപ്പം നമ്മൾ എക്സാം ഇയർ ആയതിനു ശേഷം പോലും നമുക്ക് ഒരുപാട് റെൻറ്റിൻ്റെ വീടും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് നമ്മളോട് പറയും ഇത്രയും പേര് വരുന്നവരെ മാനേജ് ചെയ്യാനായിട്ടുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല, ഇത്രയും വലിയൊരു റെൻറ്റിന് വീടും കാര്യങ്ങളും എടുത്തു കഴിയുമ്പോൾ എന്ന് പറഞ്ഞ് വിസ റിജക്ഷൻ ആയ ആൾക്കാരും എനിക്കറിയാം, ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നോക്കണം, നമുക്കിപ്പോൾ ഇത്ര പേര് വരുമ്പോൾ അവർക്ക് ഓരോരുത്തർക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് വെച്ചിട്ടുള്ള വീട് നമുക്ക് വേണം, ശരിയാണ്. പക്ഷെ എങ്കിലും ഒരുപാട് 1000-ന് മുകളിലോട്ടൊക്കെ ഉള്ള ഒത്തിരി €1000 മുകളിലോട്ടുള്ളൊക്കെ വീട് തപ്പുമ്പോൾ നമ്മുടെ സാലറിയും കൂടെ നമ്മൾ നോക്കണം, വരുന്നവരെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ബാലൻസ് പൈസ ഉണ്ടാവുമെന്നൂടെ നോക്കിയിട്ട് വേണം വീടുകൾ എടുക്കാനായിട്ട്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് അത്രമാത്രം അറിയുള്ളൂ കേട്ടോ. അങ്ങനെ അനേർക്കനിങ് ടൈമിൽ കൊണ്ടുവന്ന ആൾക്കാർ എനിക്ക് ഡയറക്റ്റ് പരിചയമില്ല, ഞാനും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതാണ്, പിന്നെ വേണ്ടാന്ന് വെച്ചതാണ്. ഏറ്റവും ബെറ്റർ എക്സാമിനേറ്റായിട്ട് കഴിഞ്ഞ് കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതിന് മുന്നേ അനേർക്കനിങ് ടൈമിൽ തന്നെ ഞാൻ വീടും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. അതുപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അടുപ്പിക്കാനും അതൊക്കെ നല്ല എക്സ്പെൻസീവാണ്, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, ആ ഒരു അനേർക്കനിങ് ടൈമിൽ തന്നെ എൻ്റെ കൊക്കിലൊതുങ്ങുന്ന രീതിയിൽ ഒരു വീട് ഞാൻ കണ്ടുപിടിച്ചു, വീടല്ല അപ്പാർട്ട്മെൻറ്റ്. എന്നിട്ട് അതിലേക്ക് സാധനങ്ങളൊക്കെ ഞാൻ അടുപ്പിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ഓർക്കൊണ്ട് വന്ന ഉടനെ തന്നെ എനിക്ക് ഫാമിലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ പ്രോസസ്സിങ് റണ്ണിങ്ങിലാണ്, അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ വീണ്ടും വഴിയെ അറിയിക്കാം പതുക്കെ. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുല്യ മരിയ എന്നുള്ള ഒരു പേജിൽ നിന്നാണ്. ഹലോ, ലാൻഡിങ് ഇൻ ജർമ്മനി യെസ്റ്റർഡേ ഡിയർ, വി വിൽ മീറ്റ് യു സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുല്യ, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്, ഇപ്പോൾ ഇങ്ങോട്ട് പോരും കേട്ടോ. ഞാനിവിടെ തന്നെ ഉണ്ട്, ക്രിഫീൽഡിൽ ബാൻഹൂഫിൽ എത്തിയിട്ട് 5 മിനിറ്റ് ദൂരമുള്ള എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പോൾ ഓൾവേസ് വെൽക്കം. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റയിൽ വന്നിട്ട് ചേച്ചി വിസയുടെ കാര്യങ്ങൾ ശരിയായി, ചേച്ചി ഉടനെ എത്തും, നമുക്കിവിടെ വന്ന് കാണണം എന്നൊക്കെ പറയാറുണ്ട്. ആരും ഇതുവരെ അങ്ങനെ കാണാൻ വന്നിട്ടില്ല, എങ്കിലും പറയുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ ഫാമിലിയാണ്, എല്ലാവരുടെയും ഒരു ഡ്രീമാണ് ഇവിടേക്ക് എത്തണമെന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരായിട്ട് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യുമ്പോൾ അത് എന്നെ അറിയിക്കാൻ ആ ഒരു മനസ്സ് കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അവരുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെ തന്നെ കരുതിയാണ് എന്നെ അവരുടെ സന്തോഷം പെട്ടെന്ന് വിളിച്ചറിയിക്കണത്. ഈവൻ റിസൾട്ട് വന്ന ഉടനെ മെസ്സേജ് അയക്കുന്നവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ പെട്ടെന്ന് ജർമ്മനിയിലേക്ക് എത്താൻ പറ്റട്ടെ. അപ്പോൾ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കാണാൻ വരുന്നവർ വന്നോളൂ, കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പോൾ അതുല്യ, കൺഗ്രാജുലേഷൻ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കമൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ബ്ലൂ മൂൺ എന്ന് പറയുന്ന പേജിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബ്ലൂ മൂൺ 363 എന്ന് പറയുന്ന പേജിൽ നിന്ന്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ടഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജർമ്മൻ പഠിക്കാൻ ഈസി ടിപ്സ് ആൻഡ് ട്രിക്സ് പറയാമോ, പുറത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് OET ഓർ ജർമ്മൻ ഈസ് ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. 3 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 2 ക്വസ്റ്റ്യന് വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മൻ പഠിക്കാൻ ഈസി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്നുമല്ല, ഞാൻ എങ്ങനെയൊക്കെയാണ് ജർമ്മൻ പഠിച്ചത്, എൻ്റേതായ ഒരു രീതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ബ്ലൂ മൂണിന് വേണ്ടി ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് പിൻ ചെയ്തേക്കാം.
ആ ഒരു വീഡിയോയുടെ. അതുപോലെ തന്നെ OIT ഓർ ജർമ്മൻ ഈസ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ OIT ആണോ ജർമ്മൻ ആണോ ബെറ്റർ എന്ന് പറയാനായിട്ട് മാത്രം ആ ഒരു വലിയ അറിവൊന്നും എനിക്കില്ല. പക്ഷെ രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം നമ്മൾക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകണം എന്നൊരാഗ്രഹം തോന്നിയ സമയത്ത് ഏതാണ് വേണ്ടത്, OIT വേണോ ജർമ്മൻ വേണോ എന്നുള്ളൊരു ഭയങ്കര ഒരു ഡൗട്ടിലായിരുന്നു ഞാനും ഇരുന്നത്. അപ്പം ഞാനും അതിനെക്കുറിച്ച് കുറേ അന്വേഷിച്ചതിന് ശേഷം എൻ്റെ ആ ഒരു പരിമിതികൾ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ജർമ്മനാണ് ചൂസ് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ എനിക്കതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തത് എനിക്ക് എന്താ പറയുന്നത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് ചില ആൾക്കാർ പറഞ്ഞു എക്സ്പീരിയൻസ് ഇല്ലാതെ പോകാൻ പറ്റില്ല UK എന്ന് പറഞ്ഞു. അതൊരു കാരണമായിരുന്നു. അതെനിക്ക് ഇതുവരെ അതിൻ്റെ റിയാലിറ്റി എനിക്കറിയില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ആണെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണെങ്കിലും ഞാൻ അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ല ഇംഗ്ലീഷിൽ. അപ്പം OIT എഴുതിയ പലരും എന്നോട് പറഞ്ഞു ഇംഗ്ലീഷ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ടഫാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടിയായി. എനിക്ക് ഇംഗ്ലീഷ് ഇപ്പം എഴുതാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അറിയാം, എനിക്ക് സംസാരിക്കാൻ പറയുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. കാരണം നമ്മൾ മലയാള മീഡിയത്തിൽ പഠിച്ചതാണ്, നമ്മൾ സംസാരിക്കും എങ്കിലും നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഗ്രാമറൊക്കെ നോക്കി തെറ്റരുത് എന്നൊക്കെ ആലോചിച്ച് കണ്ടൊക്കെ സംസാരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഇതൊക്കെ എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു വേണ്ട, നമുക്ക് OIT നോക്കണില്ല എന്നങ്ങനെ ഞാൻ എടുത്തതാണ്. പക്ഷേ രണ്ടിനും അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ടഫാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജ് ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് ഈസി ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ കുഞ്ഞിലെ പഠിക്കണ പോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ABCD 1 2 3 തൊട്ട് നമ്മൾ പുതിയൊരു ലാംഗ്വേജ് പഠിച്ചു വരുവാണ്. അതുപോലെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഭയങ്കരമായ ഒരു ആഗ്രഹം കൂടെ വേണം. നമുക്ക് അതിനോട് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ബാധ്യതയുടെ പുറത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലാംഗ്വേജ് ഭയങ്കര ടഫായിട്ട് തോന്നും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഞാൻ പഠിച്ച സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ പഠിച്ചത് കേട്ടോ. എക്സാം വന്നപ്പോൾ മാത്രമേ എനിക്കതൊരു ഭയങ്കര ടഫായിട്ട് തോന്നിയുള്ളൂ. കാരണം അത്രയും പഠിച്ചിട്ട് എക്സാമിന് കിട്ടാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ കിട്ടാതെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എഴുതിയിട്ടാണ് ഞാൻ കിട്ടിയത്. നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റോറിയൊക്കെ അറിയാമായിരിക്കുമല്ലോ. കുറേ പ്രാവശ്യം എഴുതിയിട്ടാണ് എനിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഇത്രയും പഠിച്ചിട്ടും ഇത്രയും ആഗ്രഹത്തോടെ ഞാൻ പഠിച്ചതാണ്, അത്രമാത്രം എന്നെക്കൊണ്ട് പറ്റുന്നത്രയും ഇതിൽ ഞാനത് മാക്സിമം പഠിച്ചിരുന്നു, എന്നിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ എനിക്ക് സങ്കടം വന്നിരുന്നു ആ സമയത്ത്. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം, എൻ്റെ മാത്രം അഭിപ്രായമാണ് പറയുന്നത്, ജർമ്മൻ ലാംഗ്വേജ് അത്ര ഈസി ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ, പേടിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ല. അങ്ങനെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും ബ്ലൂ മൂണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേജിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആ കമൻറ്റും കൂടെ ഞാൻ അടുത്ത വീഡിയോയുടെ ആ Q&Aയുടെ ബാക്കി ക്വസ്റ്റ്യൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലെ ലിവിങ് കോസ്റ്റിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ എക്സ്പെൻസ് ഹൈ ആണ്, ജോബ് കിട്ടിയില്ല എങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും എന്നൊക്കെ പറയുന്നത് കേട്ടു. അതിനെക്കുറിച്ച് എന്താ ചേച്ചിയുടെ ഒപ്പീനിയൻ? നേഴ്സിങ്ങിന് ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ സ്കോപ്പ് ഇല്ലേ? ജോബ് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുമോ? നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലേ? അതുപോലെ പിന്നെ നേഴ്സിങ്ങിനെ കുറിച്ച് ആണെന്ന് തോന്നുന്നു ഒപ്പീനിയൻ. നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആണോ അതോ അബ്രാഡ് ആണോ നല്ലതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഒപ്പീനിയനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ ജർമ്മനിയിലെ ലിവിങ് കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കൺട്രീസിലൊക്കെ ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞു. ശരിയാണ്. ഇവിടെ നാട്ടിൽ നമുക്ക് സാലറി കുറച്ച് കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള എക്സ്പെൻസ് നാട്ടിലുള്ളൂ. ഇവിടെ നമുക്ക് സാലറി കൂടുതൽ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എക്സ്പെൻസും ഉണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു മാസം 1000 യൂറോയുടെ എക്സ്പെൻസ് എനിക്ക് തന്നെയുണ്ട്. കാരണം ഞാൻ എടുത്തേക്കുന്ന വീട് ഫാമിലിനെ കൊണ്ടുവരാൻ പാകത്തിനൊരു വീടാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് കേട്ടോ, കാരണം ഞാൻ വലിയ വീടാണ് എടുത്തത്. വലിയ വീടെന്ന് വെച്ചാൽ ഒരുപാട് വലുതല്ല, എങ്കിലും എനിക്ക് ഫാമിലിനെ കൊണ്ടുവരണമല്ലോ. അപ്പം 3 സിമ്മർ, അതായത് 2 റൂം എന്തായാലും വേണം. നമ്മൾക്ക് കിടക്കാനൊരു റൂം വേണം, കുട്ടികൾക്ക് സെപ്പറേറ്റ് റൂം വേണം. അതുപോലെ തന്നെ നമുക്കൊരു ഹാള്,
കിച്ചൺ ഇത്ര ഉള്ള ഒരു വീടാണ്, ഒരുപാട് വലുതൊന്നും അല്ല. എന്നിട്ട് തന്നെ എനിക്ക് 700 യൂറോ റെൻ്റ് ആകുന്നുണ്ട്. കറണ്ട് ബില്ല് എനിക്ക് മാത്രമായിട്ട്, ഞാൻ സിംഗിൾ ആയതുകൊണ്ട് എനിക്ക് കറണ്ട് ബില്ല് ഇപ്പോൾ 55 യൂറോ ആവുന്നുള്ളൂ. ഫാമിലി വരുമ്പോൾ ഇത് കൂട്ടിയെടുക്കണം. അതുപോലെ തന്നെ എനിക്ക് വൈഫൈ 42 യൂറോ ആകുന്നുണ്ട്. വോഡഫോണിൻ്റെ വൈഫൈയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ എനിക്ക് എന്താ പറയുന്നത് 55 യൂറോ റേഡിയോ ടാക്സ് 3 മാസം കൂടുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 46 യൂറോ വെച്ചിട്ട് എനിക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വരുന്നുണ്ട്. 49 ഇപ്പം ഞാനത് ചേഞ്ച് ചെയ്തെടുത്തു. ഹോസ്പിറ്റലിൻ്റെ എന്തോ ഒരു സംഭവത്തിൽ 3 യൂറോ കുറച്ച് കിട്ടി. അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് എനിക്കറിയില്ല. എനിവേ 46 യൂറോ ടിക്കറ്റ് അതിന് ആവുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു, പിന്നെ എൻ്റെ ഇവിടുത്തെ ചെറിയ ചെറിയ ചിലവുകൾ, എനിക്ക് വലിയ ഒരുപാട് ചിലവുകളൊന്നും വരുന്നില്ല ഫുഡും കാര്യങ്ങൾക്കും ഒന്നും. ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കുന്ന കൂട്ടത്തിലല്ല. ഉണ്ടാക്കും, ഫാമിലി ഉള്ളപ്പോൾ ഞാൻ എല്ലാ സാധനവും ഉണ്ടാക്കും. ഒറ്റയ്ക്കാവുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കുക്ക് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ചിലവ് വരുന്നില്ല. എങ്കിൽ പോലും എനിക്കൊരു 1000 യൂറോയുടെ ചിലവ് മാസം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു എക്സാമിനേറ്റ് ആയതിനു ശേഷം സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത്, നമ്മുടെ അനേർക്കലിംഗ് ടൈമിൽ നിങ്ങൾക്കറിയാലോ, ഒരു 1500 അല്ല 1700, 1800, 1750 തൊട്ടിട്ട് ഒരു 2000 വരെ ആയിരിക്കും നമുക്ക് അനേർക്കനിങ് ടൈമിൽ നമ്മുടെ കയ്യിൽ കിട്ടുക. സ്റ്റാർട്ടിങ് നമ്മൾ വേറെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ ട്രെയിനിങ് പീരീഡ് ആണ്. അപ്പോൾ ആ സമയത്ത് ഇത്രയും ചിലവ് തന്നെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ബാലൻസ് കുറച്ച് പൈസ നമുക്കുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കിപ്പോൾ ഈ കുറേ മാസങ്ങളായിട്ട് എനിക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ അടുപ്പിക്കേണ്ടതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലേക്ക് ഞാനൊരു മെത്ത വാങ്ങിച്ചു, 450 യൂറോ ആയി. വലിയൊരു മെത്തയ്ക്ക്, ഫാമിലി കോട്ടിൻ്റെ. പിള്ളേർക്ക് വേണ്ടി മെത്ത വാങ്ങിച്ചതിനായി 250 യൂറോ. അതുപോലെ തന്നെ TV 450 യൂറോ ആയി. വാഷിംഗ് മെഷീനായി 400 യൂറോ എങ്ങാണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് പൈസ ചിലവാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അനേർക്കനിങ് ടൈമിൽ ഞാൻ വീടെടുത്തതിന് ശേഷം എനിക്ക് അധികം ഒന്നും സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഇതെല്ലാം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നെ ഫാമിലി വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഫാമിലി വരുമ്പോൾ അവരുടെ കാര്യങ്ങളുണ്ട്, അതിനിടയ്ക്ക് ഇത് വാങ്ങിയും കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഞാനൊരു വീടിന് വേണ്ട സാധനങ്ങളെല്ലാം ഈ ഒരു ടൈമിൽ തന്നെ മാക്സിമം അടുപ്പിക്കാനായിട്ട് നോക്കി. അങ്ങനെ അപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും സേവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എന്നാൽ ഒട്ടും പറ്റിയില്ല എന്നല്ല, ഇടയ്ക്കൊക്കെ നമുക്ക് എക്സ്ട്രാ പൈസയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. അങ്ങനെ അതൊക്കെ നമ്മുടെ ഒരു എക്സ്പെൻസ് പോലെ ഇരിക്കും. അതേ സമയത്ത് ഞാൻ വീടെടുത്ത് കാര്യങ്ങളൊക്കെ അടുപ്പിച്ച സമയത്ത് എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് തന്നെ അവർ സിംഗിളായിട്ട് താമസിക്കുന്നവരുണ്ടായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും വീടുകളൊക്കെ ഷെയർ ചെയ്തു. അതുപോലെ വീഗയില്ലേ, നമ്മുടെ ഹോസ്റ്റൽ പോലത്തെ സ്ഥലത്തൊക്കെ താമസിക്കുന്നവരുണ്ടായിരുന്നു. അവർക്ക് എക്സ്പെൻസ് കുറവായിരുന്നു. കാരണം അവർക്ക് ഇതൊന്നും വാങ്ങിക്കേണ്ട വന്നില്ല. ആ സമയത്ത് അവർക്ക് 300 350 യൂറോ ആകത്തുള്ളായിരുന്നു ആ സമയത്ത് അക്കോമഡേഷൻ. ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഇതെല്ലാം നേരത്തെ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ സമയത്തൊന്നും സേവ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, അവരന്ന് സേവ് ചെയ്തു, ഞാൻ അന്നത് ചിലവാക്കി. ഇന്ന് അവർ ചിലവാക്കണു. ആ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് വലിയ ചിലവുകളൊന്നും ഇന്ന് വരുന്നില്ല. മനസ്സിലായോ? അങ്ങനെ വരുന്നില്ല എന്നല്ല, ഉണ്ട്. ഇനിയും കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. കുറേയൊക്കെ ഒരു വീടാവുമ്പോൾ അറിയാമല്ലോ എന്തെല്ലാം സാധനങ്ങൾ അടുപ്പിക്കണമെന്നുള്ളത്. പിന്നെ ഇപ്പോൾ എക്സാമിനേറ്റ് ആയതിനു ശേഷം നമുക്ക് കയ്യിൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അറിയത്തില്ല, ആദ്യത്തെ മാസത്തെ സാലറി കറക്റ്റായിട്ടല്ല വന്നത്. കാരണം അവർ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്യാനായിട്ട്. അതായത് നമ്മൾ പുതിയ കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്ത് സിസ്റ്റത്തിൽ അപ്ഡേഷനായി വരാനൊക്കെ താമസം ഉണ്ടായിരുന്നതുകൊണ്ട് കറക്റ്റായിട്ടല്ല വന്നത്. പിന്നെ ഞാൻ 8-9 ദിവസം ഞാൻ എൻ്റെ വർക്ക് പെർമിറ്റിൻ്റെ പ്രശ്നം കാരണം വർക്ക് ചെയ്യാതിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു 2300 സംതിങ് 2450 അങ്ങനെ കണ്ടാണ് നമുക്ക് കിട്ടിയത് കയ്യിൽ. അത് തന്നെയാണോ ഒരു എക്സാമിനേറ്റിൻ്റെ സാലറി എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം അതെനിക്ക് ഈ മാസം കൂടെ സാലറി വന്നാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കയ്യിൽ കിട്ടുമ്പോഴും നമുക്ക് ഈ 1000 യൂറോയുടെ ചിലവ് നമുക്കിവിടെ ഉണ്ട് ഇപ്പോൾ പ്രസൻ്റ്ലി. അപ്പോൾ ഫാമിലി വരുമ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി വരുമ്പോൾ നമുക്ക് കുറേ നേട്ടങ്ങളുണ്ട്. ഇപ്പം ഞാൻ ടാക്സ് ക്ലാസ് ഫസ്റ്റിലാണുള്ളത്. ഫാമിലി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ടാക്സ് ക്ലാസ് 3ലേക്ക് മാറും. എൻ്റെ ടാക്സ് കുറവായിരിക്കും പിടിക്കുക. പിന്നെ കിൻഡർഗാർട്ടൻ, എനിക്ക് 2 പിള്ളേരുണ്ട്. എങ്ങനെ ആയാലും 250 യൂറോ വെച്ചിട്ട് 250 80 എങ്ങാണ്ടാണ്. 15 യൂറോ എനിക്ക് കിൻഡർഗാർട്ടൻ കിട്ടും. പിന്നെ ടാക്സ് ക്ലാസ് ഡൗൺ ആവുന്നതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ പൈസ എക്സ്ട്രാ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അങ്ങനെ അപ്പം നമുക്ക് ഒരാളുടെ സാലറി നമുക്കിവിടെ ചിലവാക്കാൻ, എൻ്റെ സാലറി ഫുൾ ഇവിടെ ചിലവായാലും കുറച്ച് പൈസ ഇത് മീതി പിടിക്കാം എന്നുള്ളൊരു ധാരണയൊക്കെയാണ് എൻ്റെ മനസ്സിൽ. എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ ഹസ്ബൻഡ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഒരാളുടെ സാലറി നമുക്കിവിടെ ചിലവായാലും ഒരാളുടെ സേവ് ചെയ്യാൻ പറ്റും. അത്ര മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരിക്കലും കുറേ പൈസ സേവ് ചെയ്ത് കൂട്ടി വെക്കാം എന്നുള്ള ധാരണയിലാണെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനുവേണ്ടി അല്ല ഇങ്ങോട്ട് വന്നത്. ശരിയാണ്, പൈസ സേവ് ചെയ്യണം, അത് ശരിയാണ്. എങ്കിൽ പോലും നല്ലൊരു ലൈഫ് സ്റ്റൈൽ വേണം. നമ്മുടെ പിള്ളേരുടെ ഭാവി വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നമ്മളിപ്പോൾ നാട്ടിൽ പിള്ളേരെ പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോരം പൈസ ഉണ്ടല്ലോ. നമ്മൾ ലൈഫ് ലോങ് അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും.
അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ ഒരു 10-17 വയസ്സാകുമ്പോഴേക്കും അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങും. അവർക്ക് എന്ത് പഠിക്കണമെങ്കിലും നമ്മൾ പൈസ ചിലവാക്കണ്ട, അവർക്ക് ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് കിട്ടും എന്ത് അവർ പഠിക്കാൻ ഇറങ്ങിയാലും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ആ ഒരു ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്തിട്ട് മാത്രമാണ് ജർമ്മനി ചൂസ് ചെയ്തത്. ഇതിനോടിടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ സേവിങ്സ് ഉണ്ടാവും എന്നല്ലാതെ എല്ലാവരും പറയണ പോലെ മാസം മാസം ലക്ഷങ്ങളൊന്നും വന്ന അക്കൗണ്ടിലേക്ക് കുമിഞ്ഞു കൂടുന്നില്ല. നാട്ടിലുള്ളവരുടെ ധാരണ അതാണ്. അതിൻ്റെ പേരിൽ തന്നെ നമ്മളോട് കടം ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. തൻ്റെ മാസം മാസം ലക്ഷങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കുമിഞ്ഞു കൂടുന്നു എന്നുള്ള ധാരണയിൽ. അപ്പോൾ അതൊരു തെറ്റായ ധാരണ മാത്രമാണ്. ഇവിടെ സാലറി കൂടുതൽ കിട്ടുന്നുണ്ട്, ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ചിലവുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊരു തെറ്റായ ധാരണയാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഇപ്പം നഷ്ടമാണെങ്കിൽ ഇത്ര ആൾക്കാർ ഇവിടെ വരത്തില്ലല്ലോ. പറഞ്ഞ പോലെ ഒരാളുടെ സാലറി ചിലവായാലും ഒരാളുടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഡിപ്പെൻസ് ആണ്. ഇപ്പം എൻ്റെ ചിലവുകളല്ല നിങ്ങളുടെ ചിലവുകൾ. നിങ്ങൾ ഭയങ്കരമായി ചിലവാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ അതിനെക്കുറിച്ച് എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. പിന്നെ എന്താ ചോദിച്ചേക്കുന്നത്, അതുപോലെ ജോലി കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോബ് കിട്ടാതെ നമുക്കിവിടെ എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യും? ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകും. രണ്ടുപേർക്കും ജോലി ഇല്ലെങ്കിൽ ഇവിടെ എങ്ങനെ സർവൈവ് ചെയ്യും? അത് പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ ജർമ്മനിയിൽ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടെന്ന് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ ജോലി ഇല്ല വേതനമുണ്ട്, അതിനുവേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് അങ്ങനെ ഏതാണ്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി 6 മാസം വരെ കണ്ട് നമുക്ക് ജോലി കിട്ടുന്നവരെ എന്താണ് പറയുന്നത്, നമ്മുടെ സാലറി കിട്ടിക്കൊണ്ടിരുന്ന സാലറി നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുമെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. എനിക്കത് കേട്ടറിവ് മാത്രമാണ് കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും ജോലി കണ്ടുപിടിക്കാൻ. നമ്മൾ ഈ സാലറി വാങ്ങിച്ച് വെറുതെ വീട്ടിലിരിക്കാൻ പറ്റില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് എൻക്വയറി ചെയ്യും, നമ്മൾ ജോബ് അന്വേഷിക്കുന്നുണ്ടോ, ജോബ് കിട്ടിയോ എന്നൊക്കെ അവർ അന്വേഷിക്കും. അങ്ങനെ അപ്പം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ജോബ് ഒരുപാട് സ്ട്രെസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനേജ് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോബ് തീർച്ചയായിട്ടും ജോബിൽ സ്ട്രെസ് ഉണ്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ട്. മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ എനിക്കതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു വാർഡിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു കൂട്ടായ ഒരു ടീം വർക്കാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ വന്നിട്ട് എന്താ പറയുന്നത്, ഞാനാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവളാണ് കൂടുതൽ ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ ഒന്നും കാണിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം കുറ്റം പറയുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും അവരവരുടെ പണി ചെയ്യുക, അവരവരുടെ പണി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഇവിടേക്ക് വരാനായിട്ട്, ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരാനായിട്ട് താല്പര്യം പറഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, എനിക്ക് മലയാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? അപ്പോൾ എന്നോട് പറയാം, അത് ഞാൻ ഓൾറെഡി നേരത്തെ വർക്ക് ചെയ്ത സ്ഥലത്ത് ഇതുപോലെ മലയാളികളുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും, അവർ നന്നായി വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് സ്റ്റാഫിൻ്റെ ഇടയ്ക്ക് ഒരു സംസാരമുണ്ട്. അതുകൊണ്ട് അവരെ ആരും പരിഗണിക്കുന്നില്ല എന്നും പറഞ്ഞ് അവർക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പം ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ പോകുന്നിടത്തും അതുപോലെ മലയാളികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവരെക്കാട്ടി കുറച്ചാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ നന്നായി എന്നെക്കാട്ടി എഫിഷ്യൻ്റ് ആണെങ്കിൽ എനിക്കത് ഭാവിയിൽ പ്രശ്നമാവില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ അങ്ങനെ എന്താ പറയണേ, ഇപ്പം മറ്റൊരാൾ വർക്ക് ചെയ്തില്ല, നീ എന്താടി ചെയ്യാൻ നിന്റെ പണി ചോദിക്കേണ്ട ആവശ്യം നമുക്കില്ല. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവർ അവർക്ക് കിട്ടിയ ജോലി തീർക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈവൻ അവരുടെ ഡ്യൂട്ടി ടൈമിൽ ഇപ്പം ഞാൻ ഈവനിങ് വന്ന് ഹാൻഡ് ഓവർ എടുത്തു, മോർണിംഗിൽ വന്ന ആൾ മെഡിസിൻ കൊടുത്തില്ല, അത് കൊടുത്തില്ല, ഇത് കൊടുത്തില്ല, എനിക്ക് അവരോട് ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഡ്യൂട്ടിയാണ് അവർ മെഡിസിൻ കൊടുക്കുക, കൊടുത്ത സാധനങ്ങൾ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുക, അവരുടെ ഡ്യൂട്ടി ടൈമിലെ റെസ്പോൺസിബിലിറ്റി തീർക്കുക എന്നുള്ളത് അവരുടെ പണിയാണ്. അവർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് പോയി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല, ഞാനത് ചെയ്യാറില്ല. ഇപ്പം ഞാനൊരു ഹാൻഡ് ഓവർ എടുക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന് രാവിലെ കുറേ മെഡിസിൻ ഉണ്ട് കൊടുക്കാൻ. സിസ്റ്റത്തിൽ നോക്കിയപ്പോൾ ഇതൊന്നും അവർ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലയോ എന്ന് എനിക്കറിയില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ടിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയില്ല കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഞാനത് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പേഷ്യൻ്റ് അവിടെ ഇല്ല, ഓക്കെ, അവരെന്നോട് ഹാൻഡ് ഓവറിൽ പറയുവാണ് പേഷ്യൻ്റ് രാവിലെ അവിടെ ഉണ്ടായിരുന്നില്ല, പേഷ്യൻ്റ് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷന് പോയി, അതുകൊണ്ട് എനിക്ക് ഇന്ന മെഡിസിൻ കൊടുക്കാൻ പറ്റിയില്ല, ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്, നീ അത് കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് കൊടുക്കും. അത് പറയാത്ത പക്ഷം എൻ്റെ ടൈമിലില്ലാത്ത മെഡിസിൻ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എൻ്റെ ടൈമിലല്ലാത്ത പണികൾ ചെയ്യേണ്ട ആവശ്യമോ എനിക്കില്ല. അവരുടെ ടൈമിലെ കാര്യങ്ങൾ അവർ ചെയ്ത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ട കാര്യവും എനിക്കില്ല. അത് ചോദിക്കേണ്ട ആൾ ടാക്സോ അൺലൈറ്ററോ മറ്റു കാര്യങ്ങളോ അവരൊക്കെ ആയിരിക്കും.
അപ്പം നമുക്ക് പരസ്പരം പറഞ്ഞ് കുറ്റം പറയേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ വന്നിട്ട് ഞാൻ വലിയ ആളാണെന്ന് കാണിച്ച് അല്ലെങ്കിൽ ഞാനാണ് വലുതെന്നൊക്കെ കാണിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യും. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പിച്ച് വഴക്കുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാവുക. കാരണം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു വാർഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഒന്നിച്ച് നിന്ന് ഒരേ മനസ്സോടെ നിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പണി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താ പറയുന്നത്, ഞാൻ നാട്ടിലൊന്നും അധികം വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ പലയിടത്തും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, കുത്തിത്തിരിപ്പിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചെല്ലുന്നിടത്തെല്ലാം കാണിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. പക്ഷെ അതൊന്നും ഇവിടെ വന്ന് നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക. പിന്നെ ആരെക്കുറിച്ച് കുറ്റം ഉണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുക. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ജസ്റ്റ് കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ അതിന് മറുപടി പറയാനായിട്ട് അവരുടെ കൂടെ കൂടാനായിട്ട് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ അത് നേരെ തിരിച്ച് നിങ്ങളുടെ തലയിൽ തന്നെ വരും. അപ്പോൾ എല്ലാവരും പറയുന്നത് ജസ്റ്റ് കാഷ്വലായിട്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കുക. അതിന് അഭിപ്രായം ഒന്നും പറയാൻ നിൽക്കേണ്ട. അതുപോലെ നമുക്ക് ഒരാളെ കുറിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരോട് പറയുക. അതായത് പിന്നിൽ നിന്ന് വർത്താനം പറയുന്നത് തീരെ ആർക്കും ഇഷ്ടമല്ല. അതായത് അവരുടെ പുറകിൽ നിന്ന് കുറ്റം പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതൊന്നും ഇവിടെ വന്ന് ആവർത്തിക്കാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ തിരിഞ്ഞ് നിങ്ങളുടെ തലയിലേക്ക് വരും. അവസാനം നിങ്ങൾ അവിടെ ഒറ്റപ്പെടും. ഒരു കാര്യം വന്നാൽ ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. ഈവൻ നമ്മുടെ പേഷ്യൻ്റ് ഒരാൾ മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വാർഡിൽ പെൻഡിങ് ആവും. 10-30 പേഷ്യൻസ് ഉണ്ടാവും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ. ഒരാൾ മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. പിന്നെയുള്ള എല്ലാ പണികളും നമുക്ക് പെൻഡിങ്ങിലാവും. അപ്പം മറ്റുള്ളവർ കൂടെയുള്ള സ്റ്റാഫ് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുറത്ത് കയറും. അതുകൊണ്ട് അതൊക്കെ മനസ്സിലിരിക്കുക. ഇവിടെ വന്നിട്ട് ഞാനാ വലിയ ആള് അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആരും ഇല്ല, ഇങ്ങനെയൊന്നും കാണിക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ നിങ്ങളുടേതായ പണികൾ ചെയ്തിട്ട് പോവുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം അതാണ്. ഞാനത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കിവിടെ ഞാൻ വലിയ ആളാണെന്നോ അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആരുമില്ല, എനിക്കെല്ലാം അറിയാം, ഇങ്ങനെയൊന്നും ഞാൻ തെളിയിക്കാൻ പോകാറില്ല. ഞാൻ എൻ്റെ പണി ചെയ്യുന്നു. എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും. എല്ലാവരും എനിക്ക് ഈക്വലാണ്. ആരും എനിക്ക് ഒരുപാട് ഭയങ്കര എന്താ പറയണേ ക്ലോസ് ആയിട്ടുള്ളവരും ഇല്ല, ഭയങ്കര അകലമുള്ളവരും ഇല്ല. എല്ലാവരോടും ഞാൻ ഈക്വലായിട്ടാണ് ബിഹേവ് ചെയ്യാറ്. ആരെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും എന്നോട് പറഞ്ഞാൽ ഞാനത് കേട്ടോണ്ടിരിക്കുമെന്നല്ലാതെ അതിനെക്കുറിച്ച് യാതൊരുവിധ അഭിപ്രായം പറയാൻ ഞാൻ പോകാറില്ല. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ വേറെ ആരോടും പോകാറില്ല. അങ്ങനെ ആരെക്കുറിച്ചും ഒരാളെക്കുറിച്ച് എന്തെങ്കിലും എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഒന്നിൽ ഞാൻ എന്താ പറയുന്നത് വാർഡ് ഇൻചാർജിനോട് പറയും. അതല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് അവരോട് പറയും, നീ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയും. അങ്ങനെ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടും നല്ല രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെസ് വന്നാൽ പോലും നമ്മളെല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വാർഡിൽ 2 ബറേഷ് ഉണ്ടാവും. നമ്മൾ നമ്മുടെ ബറേഷ് എടുത്ത പണി തീർന്നിട്ട് നമ്മൾ എൻ്റെ പണി തീർന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വഴിയിൽ മാറിയിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ആൾക്ക് പണി അവർ ബിസി ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഇല്ലെങ്കിൽ നാളെ നമുക്ക് പണി വരുമ്പോൾ അവരുടെ പണി നിർത്തിട്ട് അവരുടെ വഴിക്ക് പോകും. നമ്മുടെ പണി കൊണ്ട് നമ്മൾ അവിടെ ഇരിക്കും. അപ്പം നമ്മൾ നമ്മുടെ വാർഡിലല്ല നമ്മളെടുത്ത ബറൈഷിലെ പണി തീരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടി നിനക്ക് ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും സഹായം വേണോ, ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കാനുള്ളൊരു മാന്യത നമ്മൾ കാണിക്കണം. എന്നാൽ മാത്രമേ നമ്മളും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കുമ്പോൾ എല്ലാവരും വന്ന് നമ്മളോട് എടി ഹെൽപ്പ് വേണോ, ഞാൻ ചെയ്തു തരട്ടെ, നിനക്ക് എന്താ വേണ്ടേ എന്ന് നമ്മളോട് വന്ന ഒരാൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോകുക. അപ്പം നമുക്ക് സ്ട്രെസ്സ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. പിന്നെ മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യത്തെ എക്സാമിനേറ്റായി ആദ്യത്തെ 2 ആഴ്ചയോളം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു എനിക്ക്. പിന്നെ അത് കഴിഞ്ഞെല്ലാം ഓക്കെ ആയി. പിന്നെ എല്ലാം ഇപ്പോൾ ആദ്യമൊക്കെ ഹാൻഡ് ഓവർ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു. മെയിനായിട്ട് എനിക്ക് ഹാൻഡ് ഓവർ കൊടുക്കാൻ മടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജർമ്മൻ നെയിംസ് ഒക്കെ പറയാൻ ഭയങ്കര പാടാട്ടോ. ഞാൻ അത് പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കും കേട്ടോ. ചിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനത് പേഴ്സണലി ഭയങ്കര ഒരു റിവെഞ്ച് ആയിട്ടൊന്നും എടുക്കാറില്ല. കാരണം അറിയാമല്ലോ, നമ്മൾ ലാംഗ്വേജ് പറയുമ്പോൾ തെറ്റുമ്പോൾ അവർ ചിരിക്കുമ്പോൾ നമ്മളത് കളിയാക്കലായിട്ടൊന്നും ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മുന്നിലിരുന്ന് ഒരാൾ മലയാളം തെറ്റിച്ച് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിരിക്കൂലേ, അത്ര വിചാരിച്ചാൽ മതി കേട്ടോ. ഇതൊന്നും നിങ്ങൾ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ റിവെഞ്ച് ആയിട്ടൊന്നും എടുക്കണ്ട. ഞാൻ അതിനൊക്കെ അതിൻ്റെതായ മൈൻഡിലേ വിടാറുള്ളൂ. അപ്പോൾ ഞാൻ ഈ നെയിംസ് പറയുന്ന സമയത്ത് ഭയങ്കര എനിക്കങ്ങോട്ട് ശരിയാവത്തില്ല. അല്ലേ തന്നെ എനിക്ക് എൻ്റെ ഉച്ചാരണം ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നെയിം പറയുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് എനിക്ക് ഹാൻഡ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ അടുക്ക തന്നെ ചെന്നിട്ട് ഞാൻ ചോദിക്കും നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് മലയാളത്തിൽ എൻ്റെ മറ്റേ കെ ഷീറ്റിലേക്ക് ഞാൻ എഴുതി വെക്കും അവരുടെ പേര്. അപ്പോൾ മലയാളത്തിൽ എഴുതി വെക്കുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് കുറേ കൂടെ ഉച്ചരിക്കാനായിട്ട് പറ്റും. അങ്ങനെ അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ആദ്യമൊക്കെ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. കുറേയൊക്കെ തിരക്കൊക്കെ വരുമ്പോൾ അത് ചെയ്യണോ ഇത് ചെയ്യണോ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഞാൻ എവിടുന്ന് തുടങ്ങണം എവിടുന്ന് തീർക്കണം. ചില സമയത്ത് ഭയങ്കര ബ്ലാങ്ക് ആയിട്ടൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഡെയിലി ചെയ്യുന്ന കാര്യമല്ല. ഇപ്പോൾ എനിക്കത് അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എന്നെ കാര്യമാണ്.
ഞാൻ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഓടി ചെല്ലാറുണ്ട്, എന്നെ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നു, വലിയ സ്ട്രെസ്ഫുൾ ആയിട്ടൊന്നും പോകാറില്ല. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ എന്താ പറയുന്നത്, അടുത്തത് നാട്ടിൽ പഠിക്കുന്നതാണോ, നാട്ടിൽ വർക്ക് ചെയ്യുന്നതാണോ അബ്രാഡ് വർക്ക് ചെയ്യുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ നിൽക്കാം, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ വീട്ടുകാരും, നമ്മുടെ നാട്ടിൽ നമുക്ക് നിൽക്കാം. അതൊരിക്കലും നല്ലതല്ല എന്ന് ഞാൻ പറയില്ല, അത് നല്ലത് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ വരുന്നത് നമ്മുടെ മക്കളുടെ ഭാവിയും അതുപോലെ നല്ലൊരു ലൈഫ് സ്റ്റൈലും അതൊക്കെ പ്രതീക്ഷിച്ചിട്ടല്ലേ. അതൊക്കെ ഓരോ താല്പര്യമാണ്. എനിക്കതിനകത്ത് എന്ത് ഒപ്പീനിയൻ പറയണം എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് ഒരിക്കലും കൊള്ളില്ല എന്ന് പറയാൻ എന്നെക്കൊണ്ടാവില്ല. എനിക്ക് എൻ്റെ നാട് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ പക്ഷെ എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മക്കളുടെ ഫ്യൂച്ചറും നമ്മുടെ ഒരു ഇഷ്ടവും നമ്മുടെ താല്പര്യവും കൊണ്ട് നമ്മൾ വന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ സ്വന്തം താല്പര്യത്തിന് ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നത് കൊള്ളില്ല എന്ന് പറയാൻ എനിക്ക് ആവില്ല. നാട് നല്ലൊരു ഓപ്ഷനാണ്. അതൊക്കെ എല്ലാവരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും നല്ലതാണ്. രണ്ടിനും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കുക. നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യണോ, ഓരോ ഇഷ്ടവും മാത്രമല്ല, സാഹചര്യം കൊണ്ടും ചിലർ നാട്ടിൽ നിന്ന് പോകുന്നവരുണ്ട്. ചിലർക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്, പക്ഷേ നമ്മുടെ ഫാമിലി വിട്ടേച്ച് പോകാൻ പറ്റണില്ല, അവിടെ നോക്കാൻ ആരുമില്ല, നാട്ടിൽ നിൽക്കേണ്ട അവസ്ഥ കൊണ്ട് നാട്ടിൽ നിൽക്കുന്നവരുണ്ട്. എന്നാൽ നാട്ടിൽ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പുറത്ത് അവിടെ നിന്ന് കിട്ടുന്ന സാലറിയും കാര്യങ്ങളും കൊണ്ട് ഫാമിലിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇഷ്ടമല്ലെങ്കിലും പുറത്തേക്ക് പോകുന്നവരുമുണ്ട്. അതൊക്കെ ഓരോ സാഹചര്യവും ഓരോ താല്പര്യവും അനുസരിച്ചിട്ടാണ്. അതിലെനിക്ക് പേഴ്സണലി ഒപ്പീനിയൻ ഒന്നുമില്ല. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. എവിടെയായാലും എൻ്റെ ഫാമിലി എൻ്റെ കൂടെ വേണം, അത് മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നാളെ ഞാൻ ബാലൻസ് ബ്ലൂ മൂണിൻ്റെ പേജിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട്. ഒരു വീഡിയോ ചെയ്യാൻ മാത്രം ക്വസ്റ്റ്യൻസ് എനിക്ക് അയച്ചിട്ടുണ്ട്. എനിവേ കുഴപ്പമൊന്നുമില്ല, കാരണം അത് എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. അപ്പം എന്താ പറയുന്നത്, അടുത്ത വീഡിയോ എനിക്ക് തോന്നുന്നത് നാളെ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇനിയുള്ള ഡൗട്ട്സും കൂടെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അതും കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. എനിവേ, എന്നാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.